Hello, good day guys. So welcome back to another video of me. So ഇന്ന് നമ്മൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് വന്നേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥലത്തു നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്ഥലത്തോട്ട് വന്നപ്പോൾ ഇന്നൊരു ഗുഡ് ഫ്രൈഡേ ആണ് ആക്ച്വലി. സോ എല്ലാവരും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യാമെന്ന്. അങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമാണ് ഹൈഡൽബർഗ്, ദ ലാൻഡ് ഓഫ് കാസിൽ ആൻഡ് മൗണ്ടൻസ്. അതെ, ഹൈഡൽബർഗ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സിറ്റീസിൽ ഒന്നാണ്. ഇതൊരു സദേൺ വെസ്റ്റേൺ പാർട്ട് ഓഫ് ജർമ്മനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹൈഡൽബർഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്നത് ഒരു ഹില്ലി ഏരിയ അല്ലെങ്കിൽ കുറച്ച് പൊക്കം കൂടിയ ഏരിയ. ജർമ്മനിയിലെ ബാക്കി സ്ഥലങ്ങളൊക്കെ നോർത്ത് സ്ഥലങ്ങളൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സൗത്ത്, അതായത് ഈ ഹൈഡൽബർഗ് എന്നുള്ള സ്ഥലമൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഹില്ലി ഏരിയാസ് ആണ്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ടൗൺ സ്ക്വയർ, ഓൾഡ് സ്ക്വയർ ആണ്, അതായത് ഓൾഡ് ടൗൺസ് ആണുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഷ്ലോസ്, അതായത് വലിയൊരു പഴകിയ ഒരു കാസിൽ, ഒരു സ്ട്രക്ചറും അവിടെ ബാക്കിയുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ജേർണി എന്ന് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ആ കാസിൽ കാണാൻ പോകണം, അത് കഴിഞ്ഞ് നമുക്ക് ബ്രിഡ്ജിൽ പോകണം, ദെൻ ലാസ്റ്റ് നമുക്ക് ഓൾഡ് സിറ്റി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരണം. അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം. അതാണ് ഹൈഡൽബർഗിന്റെ ഏറ്റവും മനോഹരമായ പെൻസിൽ. എന്നിട്ട് ഈ മണ്ട തന്നെ ഇങ്ങനെ ഞെക്കിയ സൂമാവും കണ്ടോ? അത് ഞങ്ങളങ്ങനെ പലതും കാണിക്കും. ഇവിടെ എനിക്ക് കാണാമല്ലോ. അത് തന്നെ കൊറിയൻ സിറ്റി തോന്നുന്നു അതുപോലെ. നടത്തി നമ്മൾ ഹൗപ്ട്ബാനോഫ്, അതായത് സെൻട്രൽ മെയിൻ സ്റ്റേഷനിൽ നമ്മൾ ഹൈഡൽബർഗിൽ ഇറങ്ങിയ അവിടുന്ന് നമുക്കൊരു മാക്സിമം 15 മിനിറ്റ്സ് നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് ഷ്ലോസിലേക്ക്. അതായത് അവിടുത്തെ മെയിൻ കാസിൽ കാണാൻ വേണ്ടി, ഹൈഡൽബർഗ് കാസിൽ കാണാൻ വേണ്ടി 15 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ്സ് ബസ്സിൽ ഇറങ്ങിയാൽ നമുക്ക് ഡയറക്റ്റ് ഷ്ലോസിൻ്റെ താഴെ, അതായത് കാസിലിൻ്റെ താഴെ കൊണ്ട് നമ്മളെ ബസ് നിർത്തും. എത്രയാണ് നിങ്ങൾക്ക്? രണ്ടോ? ഇവർക്ക് 2 പേർക്ക് 33 മൊത്തത്തിൽ. 4 പേർക്ക് എടുത്തോ? തിരിച്ചും പുറത്തും. ഷ്ലോസ് കാണാൻ പോയവർക്ക് യൂണിവേഴ്സിറ്റി കാർഡ് ഉള്ളവർക്ക് നമുക്ക് സ്റ്റുഡൻറ്റ് ടിക്കറ്റും, ബാക്കി നമ്മൾ ഫുൾ ടൈം ചെയ്യുന്നവർക്ക് ഫുൾ ടിക്കറ്റും തന്നെ എടുക്കണം. ഞങ്ങൾക്ക് ടോട്ടലി 2 പേർക്ക് യൂണിവേഴ്സിറ്റി കാർഡ് ഉള്ളതുകൊണ്ട് 2 പേർക്ക് സ്റ്റുഡൻറ്റ് കാർഡും 2 പേർക്ക് ഫുൾ ഓപ്ഷനുമാണ്, അതായത് ഫുൾ പേയ്മെൻറ്റുമാണ് എടുത്തത്. നമ്മൾ എടുത്തേക്കുന്ന ഷ്ലോസ് ടിക്കറ്റാണ്, അതായത് നമ്മൾ ഇവിടുന്ന് ബർഗ്ബാൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അടിക്കൂടെ ഉള്ള ട്രെയിനിൽ കയറി, അതായത് ട്രാമിൽ കയറി മണ്ടയ്ക്ക് ഷ്ലോസ്, അതായത് നമ്മുടെ കാസിലിൻ്റെ അവിടെ വരെ എത്തും. അവിടുന്ന് നമുക്ക് തിരിച്ചും വരും. പിന്നെ എൻട്രി ടിക്കറ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, അതായത് ഹിൻഡുൻ സുറൂഫാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാനി കയറി പോകാനുള്ളതും പിന്നെ ഈ കാസിൽ അകം മൊത്തം കാണാനുള്ള ടിക്കറ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ബാക്കി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ടായിരിക്കും. ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. എല്ലാം കൂടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല. ബട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ടായിരിക്കും. സോ ഫോളോ ഫോർ മോർ. ബൈ.